കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 23-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ, സത്യത്തിലും ആത്മാവിലും നാം അവിടുത്തെ ആരാധിക്കുകയാണെങ്കിൽ, അവിടുന്ന് നമ്മെ രക്ഷിക്കുവാൻ, സഹായിക്കുവാൻ, ആശ്വസിപ്പിക്കുവാൻ കടന്നുവരും. നാം നശിച്ചു പോകുവാൻ അനുവദിക്കാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവിധം തന്റെ ഏകജാതനായ കർത്താവായ യേശുക്രിസ്തുവിനെ നൽകിയ പിതാവായ ദൈവത്തിന്റെ സ്നേഹം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയണം. സ്നേഹമുള്ളവരെ, നിനവെ എന്ന മഹാനഗരം നശിപ്പിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിലും അവർ അനുതപിച്ചു തിരിച്ചു വന്നാൽ രക്ഷിക്കുവാനായി കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിയണം. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല എന്ന് പറയുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്ന നല്ല ദൈവമാണ്. 91-ാം സങ്കീർത്തനത്തിലൂടെ അവിടുന്ന് പറയുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവിടുത്തെ സ്നേഹത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമ്മെ രക്ഷിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ സ്തുതിക്കാം, അവിടുത്തേക്ക് നന്ദി പറയാം. നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. പൂർണ്ണ മനസ്സോടുകൂടിയും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി നമ്മുടെ ദൈവത്തെ ആരാധിക്കാം. വിശ്വാസത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. യേശു നമ്മെ അനുഗ്രഹിക്കും. ഓ യേശുവേ, ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. ആമേൻ. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കർത്താവിനെ ആരാധിച്ചതുപോലെ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ കർത്താവായ യേശുവിനെ ഇന്ന് നമുക്ക് ആരാധിക്കാം. അവിടുന്ന് നമ്മുടെ പ്രതികൂലങ്ങളെ എടുത്തു മാറ്റും. അവിടുന്ന് ഇന്ന് നമ്മെ അനുഗ്രഹിക്കും. വിശ്വാസത്തോടുകൂടി നമുക്ക് കർത്താവിനെ സമീപിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം. പൗലോസും ശീലാസും ബന്ധനത്തിൻ നടുവിൽ സൈന്യാധിനാഥനെ ആരാധിച്ചപ്പോൾ, പൗലോസും ശീലാസും ബന്ധനത്തിൻ നടുവിൽ സൈന്യാധിനാഥനെ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജീവനേകി ആരാധിച്ചപ്പോൾ, പാപം നീക്കിയ ഹൃദയത്തോടെ ആരാധിക്കുന്നു. അപ്പസ്തോലർ ജീവനേകി ആരാധിച്ചപ്പോൾ, പാപം നീക്കിയ ഹൃദയത്തോടെ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. കർത്താവായ യേശുവിന്റെ സന്നിധിയിൽ നമ്മുടെ സകല ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ ആരാധിക്കാം. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. വിശ്വാസത്തോടുകൂടി നമുക്ക് അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. ഓ യേശുവേ,
ജ്ഞാനികളേവരും കന്യാമേരിയോടൊപ്പം കാഴ്ചകളേകി ആരാധിച്ചപ്പോൾ, ജ്ഞാനികളേവരും കന്യാമേരിയോടൊപ്പം കാഴ്ചകളേകി ആരാധിച്ചപ്പോൾ, ബഥാനിയായിൽ ശിഷ്യഗണം ആരാധിച്ചപ്പോൾ സ്വർഗാരോപിതനീശോയെ ആരാധിക്കാം. ബഥാനിയായിൽ ശിഷ്യഗണം ആരാധിച്ചപ്പോൾ സ്വർഗാരോപിതനീശോയെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ ആരാധിക്കാം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടെ യേശുവിനെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. ആരാധിക്കാം, നമുക്കാരാധിക്കാം, യേശുവിനെ നമുക്കാരാധിക്കാം. ഇന്ന് കർത്താവായ യേശുവിനെ ആരാധിക്കുന്ന സകലരുടെയും ജീവിതത്തിലെ നിരാശകൾ മാറി പ്രത്യാശ കടന്നു വരട്ടെ എന്നും അതുവഴി ജീവിതം സമൃദ്ധിയാൽ നിറയപ്പെടുകയും ചെയ്യട്ടെ എന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.